ഇറാൻ ഇസ്രായേൽ ടെൻഷൻ, അതായത് സിറിയയിൽ ഡമാസ്കസിലുള്ള ഇറാനിയൻ എംബസി കെട്ടിടം അറ്റാക്ക് ചെയ്ത് സ്ട്രൈക്ക് ചെയ്ത് ഏകദേശം 7ഓളം സീനിയർ ആയിട്ടുള്ള റിപ്പബ്ലിക്കൻ ഗാർഡ്സ്, അതായത് ഇസ്ലാമിക് റിപ്പബ്ലിക് ഗാർഡ്, ഇറാൻ്റെ സീനിയർ പട്ടാള ഉദ്യോഗസ്ഥരെ കൊന്നതിൻ്റെ പ്രതികാരം, അതായത് റിറ്റാലിയേഷൻ, അതുമായി ബന്ധപ്പെട്ട് പുതിയ തലത്തിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് 4-5 ഡെവലപ്മെൻ്റാണ് ഇന്നലെ ഉണ്ടായിരിക്കുന്നത്. ജർമ്മനി ഇറാൻ്റെ ഫോറിൻ മിനിസ്ട്രിയുമായിട്ട് സംസാരിക്കുന്നു, വാർ എസ്കലേറ്റ് ചെയ്യരുത്, ഇതേപോലൊന്ന് പോയി കഴിഞ്ഞാൽ ആ റീജിയൻ മുഴുവനും പ്രശ്നമാകുമെന്ന് പറയുന്നു. അതിനുശേഷം ജർമ്മൻ എയർലൈൻസായ ലുഫ്താൻസയുടെ ടെഹ്റാൻ ഓപ്പറേഷൻ സസ്പെൻഡ് ചെയ്തു. പക്ഷേ ടെലവീവും ജെറുസലേം ഓപ്പറേഷൻ ഉണ്ട്, അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ടെലവീവ് ഓപ്പറേഷൻ അവർ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പക്ഷേ ടെഹ്റാൻ ഓപ്പറേഷൻ അവർ സസ്പെൻഡ് ചെയ്തു. അമേരിക്കൻ ജനറൽ മൈക്കിൾ കുറിൽ, അദ്ദേഹം ഇന്ന് ടെലവീവിൽ പോകുന്നു, അതായത് ഇസ്രായേലിൽ പോകുന്നു. ഇൻ കേസ് ഇറാൻ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ ജോയിൻ്റായിട്ട് അമേരിക്കയും ഇസ്രായേലും ചേർന്നായിരിക്കും ഇറാനെ അറ്റാക്ക് ചെയ്യുന്നത്. ഇന്നലെ അമേരിക്കൻ പ്രസിഡൻറ്റ് ജാപ്പനീസ് പ്രൈം മിനിസ്റ്ററുമായിട്ട് നടത്തിയ ചർച്ച, അതായത് അവരുടെ ബൈലാറ്ററൽ റിലേഷനാണ് ജപ്പാൻ അമേരിക്ക. അപ്പോൾ അതിനിടയ്ക്ക് ഒരു പത്രക്കാരൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അമേരിക്കൻ പ്രസിഡൻറ്റ് പറഞ്ഞൊരു പോയിൻ്റാണ് ഏറ്റവും പ്രധാനം. അതായത് ഇസ്രായേലുമായിട്ടുള്ള അമേരിക്കയുടെ ബന്ധം എന്ന് പറയുന്നത് അയൺ ക്ലാഡ്, അതായത് ഉരുക്ക് പോലെ ഉറച്ചതാണ്. ഇത് നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ 56ാമത്തെ സ്റ്റേറ്റിനെ പോലെയാണ് ഇസ്രായേൽ. അതായത് ഇസ്രായേലിന് എന്തെങ്കിലും സംഭവിക്കുവാൻ ഒരു കാരണവശാലും അമേരിക്ക സമ്മതിക്കത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ 18ഓളം ബേസുകൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ മിഡിൽ ഈസ്റ്റ് ചുറ്റുമുള്ളത്. അത് കഴിഞ്ഞ് സൈപ്രസിൽ ബേസ് ഉണ്ട്. 18 ബേസുകളാണ്. എയർഫോഴ്സിൻ്റെ ആണെങ്കിലും ആർമിയുടെ ആണെങ്കിലും അതേപോലെ തന്നെ നേവലിൻ്റെയും. അതായത് അമേരിക്ക ശക്തമായിട്ട് തിരിച്ചടിക്കും ഇറാനെ. ഇനി മറ്റൊരു ഡെവലപ്മെൻ്റ് ഉണ്ടായേക്കുന്നത്, ഇറാൻ്റെ നേവൽ കമാൻഡർ അയാൾ പറഞ്ഞിരിക്കുന്നത് UAE-യുമായിട്ട് അറ്റാക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അയാൾ പറയുന്നത്, അവരുടെ നേവൽ കമാൻഡർ പറയുന്നത്, മറ്റൊരു ഇറാനിയൻ മീഡിയയ്ക്ക് കൊടുത്ത അഭിമുഖത്തിൽ പറയുന്നത് UAE-യിൽ ഇസ്രായേലിൻ്റെ താവളമുണ്ട്. ആ താവളത്തിൽ നിന്ന്, അതായത് അബുദാബിയിലെ താവളത്തിൽ നിന്ന് ഇറാനെ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഉറപ്പായിട്ടും ഇറാൻ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ അവരെല്ലാ രീതിയിലുള്ള സോഴ്സ് ഉപയോഗിക്കും. അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ ഹോർമുസ് കടലിടുക്ക്, അത് നിങ്ങൾക്കറിയാം, ഹോർമുസ് സ്ട്രൈറ്റ് അറിയാം. ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ UAE-യുടെ ഈ ഓയിൽ, അതായത് ലോകത്തിലെ ഓയിലിൻ്റെ കച്ചവടം ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ട്രാഫിക്കിൻ്റെ 25% ഈ ഹോർമുസ് കടലിടുക്ക് വഴിയാണ് പോകുന്നത്. അപ്പോൾ അത് തടയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് UAE-യെ ക്ഷീണിക്കാൻ വേണ്ടി, അതായത് അവരെ പ്രതിരോധത്തിലാക്കുവാൻ വേണ്ടി, അവരുടെ കച്ചവടവും എക്കോണമിയും തകർക്കുവാൻ വേണ്ടി അതും അവർ ബ്ലോക്ക് ചെയ്യുമെന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല ഈ വാറിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. അതായത് ഇവരിപ്പം ഇറാൻ പറയുന്നത് ഇസ്രായേലുമായിട്ട് ബന്ധമുള്ള രാജ്യങ്ങൾ അതിനെ അറ്റാക്ക്, അതായത് UAE അറ്റാക്ക് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അമേരിക്ക ഈ ജോയിൻ്റ് ആയിട്ടുള്ള ഓപ്പറേഷനിൽ ഇറാനെ അറ്റാക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു പോയിൻ്റാണ്, അവരേറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ദോഹ ബേസാണ് ഉറപ്പായിട്ട്. പിന്നെ ബഹ്റിനിലുള്ള അവരുടെ നേവൽ മറൈൻസ്, ഇതൊക്കെ അവർ ഉപയോഗിക്കും. അപ്പം ഇങ്ങോട്ടൊക്കെ ഇറാൻ അവരുടെ ബോംബുകളും റോക്കറ്റുകളും ഈ ദോഹയിലും ബഹ്റിനിലും UAE-യിലും വിടുമ്പോൾ ഈ പറയുന്ന അറബ് രാജ്യങ്ങൾ മുഴുവൻ ഇറാനെതിരെയാകും. ഇതാണ് അതിൻ്റെ മറ്റൊരു ഡയമെൻഷൻ എന്ന് പറയുന്നത്. അതായത് പല മലയാളികളും ഇറാനുമായിട്ട് ഇറാൻ്റെ ഫേവർ ചെയ്യുന്നവരും ഹമാസിനെ ഫേവർ ചെയ്യുന്നവരൊക്കെ മനസ്സിലാക്കേണ്ടത്, ഇതൊക്കെ നിൻ്റെ അന്നം കൂടി മുട്ടുന്ന സംഭവമാണ് ഇറാൻ ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്നത്. കാരണം വാർ എസ്കലേറ്റ് ചെയ്യും. ഇപ്പോൾ ദോഹയിലോട്ട് അറ്റാക്ക് ചെയ്യുക,
ഒന്നാമത് ഇറാൻ്റെ മിസൈലാണെങ്കിലും റോക്കറ്റ് ആണെങ്കിലും ഇങ്ങോട്ട് വിട്ട് അങ്ങോട്ട് പോകുന്ന സാധനമാണ്. ഇത് എവിടെ പോയി വീഴുന്നുവെന്ന് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം അബുദാബി ഏറ്റവും കൂടുതൽ മലയാളികൾ ജോലി ചെയ്യുന്ന സ്ഥലമാണ്. ദോഹ, ബഹ്റിൻ, ഇങ്ങോട്ടൊക്കെ ഇറാൻ മിസൈലും റോക്കറ്റും അറ്റാക്ക് ചെയ്യുമ്പോൾ ആരെയാണ് എഫക്റ്റ് ചെയ്യുന്നത്? ആലോചിച്ച് നോക്ക്. ഇതാണ് പറയുന്നത്, ഈ വാർ എന്ന് പറയുന്നത് ഒരു ലിമിറ്റഡ് അല്ല. ഇപ്പം ഗാസയിലുണ്ടായത് ഒരു കോൺഫ്ലിക്റ്റാണ്, അത് ലിമിറ്റഡാണ്. അപ്പം അതിനെ എസ്കലേറ്റ് ചെയ്യാൻ വേണ്ടി ഇറാൻ ഹൂത്തിയെയും ഹിസ്ബുള്ളയും മറ്റുള്ള പ്രോക്സി എല്ലാം ട്രൈ ചെയ്തു. പക്ഷേ അതിനകത്ത് വളരെ കൃത്യമായിട്ട് അമേരിക്കയും മറ്റുള്ളവരും ഇടപെട്ടിട്ട് ഹൂത്തിയെ അവരങ്ങ് ഡീൽ ചെയ്തു, ഹിസ്ബുള്ളയെ ഇസ്രായേൽ തന്നെ ഡീൽ ചെയ്തോളാമെന്ന് പറഞ്ഞു. അപ്പം ആ രീതിയിൽ അതിനെ ലിമിറ്റഡ് ആക്കി. അതാണ് ഇതിൻ്റെ ഡിപ്ലോമസി എന്ന് പറയുന്നത്. കാരണം സ്ട്രാറ്റജിക്കലി ഈ പറയുന്ന പ്രോക്സീസിനെ എല്ലാം ലിമിറ്റഡ് രീതിയിലങ്ങ് ആക്കി, എസ്കലേറ്റ് ചെയ്യാൻ സമ്മതിച്ചില്ല. അതിനുശേഷം അമേരിക്കൻ ബേസിൽ അറ്റാക്ക് ചെയ്തപ്പോൾ അമേരിക്ക നേരെ തിരിച്ച് അറ്റാക്ക് ചെയ്തു. ആലോചിച്ച് നോക്കുക, 3 അമേരിക്കൻ സോൾജിയേഴ്സ് മരിച്ചു കഴിഞ്ഞപ്പം ഏകദേശം 350 പ്രോക്സീസുമായിട്ട് ബന്ധപ്പെട്ട ഈ ടെററിസ്റ്റുകളെയാണ് കൊന്നത് ഇറാഖിലും സിറിയയിലും. ഇതാണ് ഈ വാർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹു വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇന്നലത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ. ഇസ്രായേലിലെ സദേൺ എയർബേസിൽ പോയിട്ട് അദ്ദേഹം കൊടുത്ത ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഞങ്ങളെ ഹാം ചെയ്താൽ തിരിച്ച് ഹാം ചെയ്യും, അതായത് അറ്റാക്ക് ചെയ്യും. അതേപോലെ തന്നെ ഇസ്രായേലിൻ്റെ ഡെപ്യൂട്ടി മിനിസ്റ്റർ ഡിഫൻസിൻ്റെ അദ്ദേഹവും പറയുന്നുണ്ട്, ഉറപ്പായിട്ട് ഇറാനെ അടിക്കും. അതായത് അവിടെ നിന്ന് ഇങ്ങോട്ട് മിസൈലും സംഭവം വന്നാൽ ലിമിറ്റഡ് ആണെങ്കിലും തിരിച്ചിങ്ങോട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഇറാനെ ഞങ്ങൾ അറ്റാക്ക് ചെയ്യും, സ്ട്രൈക്ക് ബാക്ക് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്തു നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത് ഇപ്പം റഷ്യ പറഞ്ഞിട്ടുണ്ട് 2 രാജ്യങ്ങളും റെസ്ട്രെയിൻ ചെയ്യണം, മറ്റുള്ള രാജ്യങ്ങൾ ഇടപെടാൻ തുടങ്ങി. ദോഹ കാലേ പിടിക്കുവാണ് ഇറാൻ്റെ, അറ്റാക്ക് ചെയ്യരുത്, ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യരുത്. കാരണം ഏറ്റവും കൂടുതൽ എഫക്റ്റഡ് അവരായിരിക്കും. കാരണം അവരുണ്ടാക്കി കൊടുത്ത ബേസാണ് അമേരിക്കയുടെ. അമേരിക്ക ഒരു കാരണവശാലും ഇസ്രായേലിനെ തൊടാൻ സമ്മതിക്കില്ല. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അമേരിക്കൻ ജനറൽ ഇന്നവിടെ പോയി. കാരണം ജോയിൻ്റ് അറ്റാക്ക് ചെയ്യാം ഇറാനെതിരെ, ജോയിൻ്റ് അറ്റാക്ക്. കാരണം ഇറാൻ മറ്റുള്ള രാജ്യങ്ങളിലെ അറേബ്യൻ രാജ്യങ്ങളിലെ ഫെസിലിറ്റീസ്, അതായത് ഓയിൽ ഫെസിലിറ്റീസ്, ട്രാഫിക് റൂട്ട്, അവർ പറയുന്നു ഹോർമൂസ് കടലിട്ട് അറ്റാക്ക് ചെയ്യുമെന്ന് പറയുന്നു, തടയുമെന്ന് പറയുന്നു, ഈ പറയുന്ന പ്രോക്സീസിനെ ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യുമെന്ന് പറയുന്നു. ഇതൊക്കെ പറയുന്നുണ്ട് ഇറാൻ. അങ്ങനെ വരുമ്പോൾ ഇതൊരു എസ്കലേറ്റ് ചെയ്ത് ഗൾഫ് റീജിയൻ മുഴുവനും പ്രശ്നമുണ്ടാകും. അവിടെ ജോലി ചെയ്യുന്നവർക്കൊക്കെ പ്രശ്നമുണ്ടാകും. ഇത് ഈ പറയുന്ന അബുദാബി ആണെങ്കിലും UAE ആണെങ്കിലും ദോഹയാണെങ്കിലും വളരെ വർഷങ്ങൾ കൊണ്ട് പാടുപെട്ടുണ്ടാക്കിയെടുത്ത രാജ്യങ്ങളാണ്. അപ്പം ഇതേപോലെയുള്ള രാജ്യങ്ങൾ നമ്മൾ കാണുന്നതാണ് ഈ ഗാസയിൽ എങ്ങനെയാണ് തകർന്നടിഞ്ഞ് കിടക്കുന്നത്. അതേപോലെ സുപ്രഭാതത്തിൽ അബുദാബിയിലെ കെട്ടിടങ്ങളും ദുബായിലെ കെട്ടിടങ്ങളും ദോഹയിലെയും ബഹ്റിനിലെ കെട്ടിടങ്ങളൊക്കെ ബോംബ് വീണ് തരിശാകുന്നത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഈ ഹമാസിനെ സന്തോഷിപ്പിക്കുന്നവർക്ക് ഹമാസിൻ്റെ ഫാനുകളും ഇറാൻ്റെ ഫാനുകളും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. സംഭവം വളരെ സിമ്പിളാണ്. നിൻ്റെ ജോലിയല്ല, നിൻ്റെ ലൈഫ് വരെയാണ് പോകുന്നത്. അത് കുറച്ച് നാളത്തേക്ക് പ്രശ്നം. ഒരു കാരണവശാലും ഇസ്രായേൽ ഈ വാറിൽ നിന്ന് പിന്മാറത്തില്ല. കാരണം അത് അവൻ്റെ ലൈഫിൻ്റെ കാര്യമാണ്. കാരണം ഇറാനാണ് ഇതിൻ്റെ പുറകിൽ കളിച്ചത്. ഒക്ടോബർ 7 എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. അപ്പോൾ പ്രോക്സീസിനെ ഉപയോഗിച്ച് മാക്സിമം ഇറാൻ കളിക്കാൻ ശ്രമിച്ചു. ഹൂത്തി ആണെങ്കിലും ഹിസ്ബുള്ള ആണെങ്കിലും അൽബാദർ ആണെങ്കിലും മറ്റുള്ളത് എല്ലാവരും വെച്ച് കളിക്കാൻ ശ്രമിച്ചു. ഇതിനെ ഒറ്റയ്ക്കാണ് ഇസ്രായേൽ നേരിട്ടത്. നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഇസ്രായേൽ എന്ന് പറയുന്നത് ഹൈലി ടെക്നോളജിക്കൽ അഡ്വാൻസ്ഡ് ഫോഴ്സാണ്, ലോകത്തിലെ തന്നെ. മനസ്സിലാക്കേണ്ടതാണ്. അവർ ഇറാനെ വെറുതെ വിടുമെന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടോ? അവരിങ്ങനെ ആലോചിച്ചു. അതാണ് ടൈം മാഗസിൻ്റെ വളരെ കൃത്യമായിട്ട് പറഞ്ഞൊരു ഒരാഴ്ച മുമ്പുള്ള ലേഖനത്തിൽ പറഞ്ഞത്. ഇത് ഇസ്രായേൽ ഇറാന് കൊടുത്ത ആസിഡ് ടെസ്റ്റാണ് അവൻ്റെ ജനറലിനെ കൊല്ലുക. അവൻ്റെ 18ഓളം സീനിയർ ആർമി ഒഫീഷ്യൽസിനെ തട്ടിയത്. അപ്പം ഇറാൻ എവിടെ പ്രതികരിക്കുക എന്നുള്ള അവിടുത്തെ ജനങ്ങളും കൂടെ ആവശ്യപ്പെടാൻ തുടങ്ങി. അവിടെയാണ് ഇറാൻ പെട്ടുപോയത്. വേണ്ടാത്തടത്ത് പോയി ചൊറിഞ്ഞു, തിരിച്ചടി കിട്ടി.
ഇനി എന്ത് ചെയ്യും? ഇതാണ് പ്രശ്നം. ഇവിടെയാണ് ഇറാൻ പെട്ടുപോയത്. കാരണം ഇറാൻ എന്തെങ്കിലും മുതിർന്നാൽ, ഏതെങ്കിലും രീതിയിൽ ഹാമായിട്ടുള്ള പ്രശ്നം ടെല്ലവീവിലോ ജെറുസലേമിലോ അതേപോലെ ഇസ്രായേലിലോ ഉണ്ടായാൽ അറ്റാക്ക് തിരിച്ചു വരുന്ന അതിരൂക്ഷമായിരിക്കും. അതിപ്പോൾ ഗാസയെ നമ്മൾ കണ്ടതാണ്, തവിട് പൊടിയായി. എന്തിനാ അവിടെ ഇസ്മായിൽ ഹനീസ് എന്ന് പറഞ്ഞ അവരുടെ ഗാസ പൊളിറ്റിക്കൽ വിങ്ങിൻ്റെ നേതാവ്, അയാളുടെ മക്കളെ ഉൾപ്പെടെയല്ലേ തട്ടി ഊരെ കളഞ്ഞത്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ട് വെറുതെ കൊണ്ടുപോകുമ്പോഴേ? ഒരിക്കലും അല്ല. ഇത് വ്യക്തമായ ഇൻ്റലിജൻസിൻ്റെ കിട്ടിയതിൻ്റെ പുറത്ത് തന്നെയാണ് അവരെ കൊണ്ട് ബോംബിട്ട് അവരുടെ 3 മക്കളെയും കൊച്ചുമക്കളെയും തട്ടിയത്. ഇന്ന് അതിനെപ്പറ്റി ഇസ്രായേൽ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവരൊക്കെ ഹമാസിൻ്റെ പ്രവർത്തകരും നേതാക്കളുമാണ്. എന്തുണ്ടായി? ഒരു കുന്തവും ഉണ്ടായില്ല. വളരെ സിമ്പിളാണ്. ഒരു പ്രൊഫഷണലായിട്ടുള്ള മിലിറ്ററി ഉള്ള ഒരു രാജ്യം, ഇൻ്റലിജൻസ് ഉള്ള രാജ്യം, അതിനെ ചൊറിയാൻ പോയ തിരിച്ചടി ഭയങ്കരമായിരിക്കും. ഇത് തന്നെയാണ് ഞാൻ പല ആവർത്തി നിങ്ങളോട് പറഞ്ഞത്. ഇപ്പം കാശ്മീർ ഭീകരൻ എങ്ങനെയാണ് ഇന്ത്യ ചെയ്തത്? കാരണം ഇതിനെ ഒരു കാരണവശാലും തടയാൻ പറ്റുന്നില്ല. അതാണ് UPAയുടെ ഫെയിലിയർ എന്ന്. അപ്പം ഞാൻ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായ സമയത്ത് ഈ കാശ്മീരിൽ പോയ സമയത്ത് എനിക്കവിടെ ഈ ഓൾ പാർട്ടി ഹുറിയത്ത് കോൺഫറൻസും ഈ പറയുന്ന ടെറർ ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട പലരെയും അറിയാം. കാരണം അവരെ സപ്പോർട്ട് ചെയ്യുന്നവരും അല്ലാത്തവരൊക്കെ അറിയാം. അപ്പോൾ അവിടെ ഈ ഹർത്താലും ബന്ധം നടക്കുന്ന സമയത്ത് ഞാൻ അവിടെ താമസിക്കുമ്പോൾ ഇവർ വാട്സപ്പിൽ കൊടുക്കുന്ന മെസ്സേജ് 24 മണിക്കൂറിനുള്ളിൽ കാശ്മീരിന് സ്വാതന്ത്ര്യം കിട്ടും. അപ്പം ഇതൊക്കെ അത് വായിച്ച് ഇപ്പം അങ്ങനെയാണ് ഇവരിങ്ങനെ ഈ മിലിറ്ററി വാഹനത്തിനെതിരെ കല്ലെറിയുന്നു, ബഹളമുണ്ടാക്കുന്നു. ഈ ടെററിസ്റ്റുകൾ പാകിസ്ഥാനിൽ നിന്ന് ക്രോസ് ചെയ്ത് വരുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നു. അവിടുത്തെ പബ്ലിക്കും ജനങ്ങളും അവിടുത്തെ ജമ്മു ആൻഡ് കാശ്മീരിലെ പോലീസിന് ഈ ടെററിസ്റ്റുകളെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു. ഇവിടെയാണ് കേന്ദ്ര ഗവൺമെൻറ്, അതായത് മോദി ഗവൺമെൻറ് ഇടപെട്ടിട്ട് ഇതിനെ പല രീതിയിൽ അങ്ങ് ചിതറിച്ച് കളഞ്ഞു. ഇന്നവിടെ എന്താ ഉള്ളത്? അവിടെ ഇന്ന് കേന്ദ്ര ഗവൺമെൻറ്റിന് അനുകൂലമായി മാറി അവിടെ മഹാഭൂരിപക്ഷം ജനങ്ങൾ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം ലഷ്കർ ഇ തോയ്ബയാണെങ്കിലും ഈ പറയുന്ന പല ടെറർ ഓർഗനൈസേഷൻ്റെ നേതാക്കളും പാകിസ്ഥാനിൽ ഇങ്ങനെ അവർ പബ്ലിക്കായിട്ടല്ലയോ, ഒറ്റ ഒരാളെ ഇന്ന് പബ്ലിക്കായിട്ട് കാണിച്ചു തരാൻ പറ്റും. പാകിസ്ഥാനിൽ 18-20 പേരെയാണ് ഇന്ത്യ ഗവൺമെൻറ് പോയി തട്ടിയത്. അത് പബ്ലിക്കായിട്ട് ഇന്ത്യ ഗവൺമെൻറ് പറഞ്ഞു ഞങ്ങളാണ് തട്ടിയത്. എവിടെ പോയി കാശ്മീർ? സിമ്പിളാണ്. ഇതാണൊരു പ്രൊഫഷണൽ ഫോഴ്സ്. ഇന്ത്യ എന്ന് പറയുന്ന ഒരു പ്രൊഫഷണൽ ഫോഴ്സിനോട് കാശ്മീർ കളിച്ച് ഇന്ത്യ ഗവൺമെൻറ് സ്ട്രോങ് ആയിട്ടൊരു നിലപാടെടുത്ത പോളിസിയൊക്കെ മാറ്റി 2019. ഇവന്മാരെ അതേ രീതിയിൽ ടെററിസ്റ്റിന് എങ്ങനെയാണ് ടെററിസ്റ്റ് ഒരു സാധാരണ സിവിലിയൻ കമ്മ്യൂണിറ്റിയെയും പട്ടാളക്കാരെയും സെക്യൂരിറ്റി അറ്റാക്ക് ചെയ്യുന്നത്, അതേപോലെ തന്നെ തിരിച്ച്, അതായത് റിട്രിബ്യൂഷൻ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്, അതേപോലെ തന്നെ അവനെ കൊല്ലുക. അങ്ങനെ കൊന്നു കഴിഞ്ഞപ്പോഴാണ് കാശ്മീർ ശാന്തമായത്. വളരെ സിമ്പിളാണ്. അത് തന്നെയാണ് ഇസ്രായേൽ പറയുന്നത്, ഞങ്ങൾ ഹമാസിനെ തൊലയ്ക്കും. അതിൻ്റെ ഭാഗമായിട്ടാണ് തട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇറാനെ അവർ വെറുതെ വിടില്ല എന്ന് ആദ്യം ഈ വാർ തുടങ്ങിയപ്പോൾ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. ഒരു കാരണവശാലും ഇസ്രായേൽ ഇറാനെ വെറുതെ വിടില്ല. അമേരിക്ക നോക്കിയിരിക്കുകയാണ്. കാരണം അമേരിക്ക നോക്കിയിരിക്കുന്നത് അവരുടെ പഴയ ശത്രുതയാണ്. ഇപ്പം ഇതെല്ലാം കൂടെ ചേർന്ന് ഈ ഇറാനെ തവിട പൊടിയാക്കും. ഇത് തന്നെയാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ലോകത്ത് പല രീതിയിലുള്ള ഒപ്പീനിയൻസ് വരുന്നത്. ഏത് രീതിയിലായിരിക്കും വാറ് പോകുന്നത്? ഈ വാറ് മിഡിൽ ഈസ്റ്റ് ഏഷ്യയെ എസ്കലേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഹാൻഡിക്യാപ്റ്റ് ആകാൻ പോകുന്നത്, പ്രശ്നമുണ്ടാകാൻ പോകുന്നത് കേരളത്തിലെ മലയാളികൾ തന്നെയായിരിക്കും. അതിൽ വലിയ മഹാഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ ഹമാസും ഇറാൻ സപ്പോർട്ടേഴ്സ് തന്നെ തിരിച്ചു പറയും അവൻ്റെയൊക്കെ ലൈഫ് പോയി ഇത് മുഖാന്തരം. ഇതാണ് അവസാനം ഉണ്ടാകുന്നത്.